സാംസങ്ങിന്റെ ഗാലക്സി S24 ഇപ്പൊ എല്ലാ ഓഫറിലും ആ ഒരു ഫോൺ 40,000 രൂപ പ്രൈസ് പോയിന്റിൽ കിട്ടാറുണ്ട്. ഈവൻ കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സിൽ ഇതിനേക്കാളും വില കുറച്ചൊക്കെ ആയിരുന്നു ആ ഒരു ഫോൺ സെയിൽ ചെയ്ത്. ഇപ്പോഴും വാങ്ങാൻ പറ്റിയ നല്ല ഓപ്ഷനാണോ സാംസങ്ങിന്റെ S24? 2026 ആയിട്ടുണ്ട്. ഈ ഒരു ഫോൺ ഇറങ്ങിയത് 2 വർഷം മുമ്പേ ആയിരുന്നു. 2024 ജാനുവരിയിലായിരുന്നു ഇതിന്റെ എക്സിനോസ് വേരിയന്റ് ഇറങ്ങിയത്. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ട് 4 മാസം മുമ്പേ ഇതിന്റെ സ്നാപ്ഡ്രാഗൺ വേരിയന്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഫോൺ വർത്ത് ആണോ ആ ഒരു പ്രൈസ് പോയിന്റിൽ? ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, ഇപ്പോഴും ആ ഒരു 40,000 രൂപ എന്ന പ്രൈസ് പോയിന്റിൽ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ഇത്രയും നല്ല ഫോൺ വേറെ ഒന്നും ആ പ്രൈസ് റേഞ്ചിൽ ഇല്ല. പക്ഷേ ഈ ഒരു ഫോൺ ഒരുപാട് കുറവുകളുണ്ട്. പക്ഷെ അതിനേക്കാളും ഒരുപാട് ഫീച്ചർ റിച്ച് ആയിട്ടുള്ള മോഡലാണ്. ഇത്രയും നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ഈ ഒരു 40,000 രൂപ റേഞ്ചിൽ വേറൊരു ഫോൺ ഇപ്പോൾ ഇല്ല. അങ്ങനെ തന്നെ പറയണം. ക്യാമറ ക്വാളിറ്റിയിലാണെങ്കിലും, ക്യാമറ ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം, ഇപ്പോഴും ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല കുറവുകളും ഈ ഒരു ഫോണുണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് കാര്യങ്ങൾ, ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു മോഡൽ ഇതാണ്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കാണുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, ഏകദേശം ഒരു 9% മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തവരുള്ളൂ. അതുകൊണ്ട് എന്തായാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ വൈസ് ആണ്. ഡിസൈൻ വൈസ് ഇപ്പോഴും ഇതൊരു ലേറ്റസ്റ്റ് ആണെന്നൊക്കെ പറയാം. കാരണം S25 ആണെങ്കിൽ ഇപ്പോൾ S26 ഇറങ്ങാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഡിസൈൻ വൈസ് ആണെങ്കിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ ഒരു ക്യാമറ മൊഡ്യൂളൊന്നും ഇതാക്കി എന്നല്ലാതെ ബാക്കി ആക്ച്വൽ ലേഔട്ടൊക്കെ സെയിം ആണ്. അതുകൊണ്ട് ഡിസൈൻ വൈസ് ഇപ്പോൾ ഇതൊരു പഴയതാണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒന്നും വേണ്ട. ഇപ്പോഴും ഇത് ലേറ്റസ്റ്റ് ആണ്. പിന്നെ ബിൽഡ് ക്വാളിറ്റി, ആർമർ അലുമിനിയം ഫ്രെയിം ആണ് ഈ ഒരു ഫോൺ വരുന്നത്. ബാക്ക് ഗ്ലാസ് ആണ്, ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ അടക്കം വരുന്നുണ്ട്. 40,000 രൂപ റേഞ്ചിൽ വേറെ ഏത് ഫോണാണ് ഇത്രയും പ്രൊട്ടക്ഷൻ വരുന്ന ഫോൺ? വേറെ ഒന്നുമില്ല. ഈവൻ ഇപ്പോൾ ഉള്ള 70,000 80,000 രൂപയുടെ ഫോണിൽ പോലും ഇത്രയും പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വേറൊരു ബ്രാൻഡ് ഇല്ല. സാംസങ്ങിന്റെ ഫോൺസിന് മാത്രമേ ഇത് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അത്രയും നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഫോൺ. ഫ്രണ്ടിലാണെങ്കിലും ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 തന്നെയാണ് വരുന്നത്. ബാക്കി ഈവൻ എല്ലാ ഫോണും ഗൊറില്ല ഗ്ലാസ് 7i ഒക്കെയാണ് വരുന്നത്. ഇതിലാണെങ്കിൽ ടോപ്പ് ലെവലായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും 40,000 രൂപ റേഞ്ചിൽ ബെസ്റ്റ് ബിൽഡ് ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഫോൺ ഈ ഒരു S24 തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ഇനി ഡിസ്പ്ലേ ആണെങ്കിൽ 6.2 ഇഞ്ച് വരുന്ന ഫുൾ HD ആയിട്ടുള്ള ഡൈനാമിക് അമോലെഡ് 2x ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ വരുന്നത്. ഫ്ലാറ്റ് ആണ്, ഫുൾ HD മാത്രമേ ഉള്ളൂ. 1.5K റെസൊല്യൂഷൻ ആണ് ഇപ്പോൾ പല ഫോൺസിനും വരുന്നത്. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയിൽ ഇഷ്യൂ ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല കേട്ടോ. ഈ ഒരു ഫോണിലുള്ളതിൽ ഏറ്റവും നല്ല ബെസ്റ്റ് അമോലെഡ് ആയ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഡിസ്പ്ലേ വൈസും മോശമൊന്നും പറയാനില്ല. പിന്നെ ബെസലിന്റെ തിക്നെസ് കുറച്ചധികമായിരിക്കും. കാരണം ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക എല്ലാ ഫോണുകൾക്കും ഭയങ്കര തിക്നെസ് കുറഞ്ഞ ഫോണാണ്. ഇത് 2 വർഷം മുമ്പേ ഇറങ്ങിയ മോഡൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസം എന്തായാലും ആ ഒരു ബെസലിന്റെ സൈസിൽ ഉണ്ടാകും. എന്ന് വെച്ച് പിക്സൽ ഫോണിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ അത്രയും വലിയ തിക്നെസ് അല്ല, സ്ലൈറ്റർ കുറച്ചും കൂടെ വലുതായിരിക്കും എന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വലിയ ഡിഫറൻസ് ഒന്നും അതിലില്ല. ഡിസ്പ്ലേ വൈസ് ആണെങ്കിലും ഇപ്പോഴും ബെസ്റ്റ് ആണ്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ അടക്കം വരുന്നുണ്ട്. ആ കാര്യത്തിലും ഡൗട്ട് വേണ്ട, ബെസ്റ്റ് ആണ്. പിന്നീട് ക്യാമറ ആയിരിക്കും. ക്യാമറ വൈസ് ഒരുപാട് നാളായിട്ട് സാംസങ്ങിൻ്റെ ഈ ഒരു ക്യാമറ ലേഔട്ടാണ്. ഇപ്പോഴും S25 അടക്കം ഈ ഒരു സെയിം ക്യാമറയാണ് വരുന്നത്. അതായത് 50 MB പ്രൈമറി ക്യാമറയാണ് വരുന്നത്. 12 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10 MB 3x ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. 12 MB ആണ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത്. ഇതിന്റെ വീഡിയോ ക്വാളിറ്റി റിയർ ക്യാമറ വെച്ചാണെങ്കിൽ 8K 30 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സെൽഫി ക്യാമറയിലാണെങ്കിൽ 4K 60 FPS വീഡിയോസ് മാക്സിമം ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ ഇപ്പോൾ ഉള്ള ഈ ഒരു 40,000 രൂപ റേഞ്ചിൽ ഒരു ക്യാമറ ഓറിയന്റഡ് ആയിട്ടുള്ള ഫോൺ എടുത്താൽ തന്നെ അതിലൊന്നും ഈ പറയുന്ന 8Kയോ അതുപോലെ തന്നെ 4K 60 ഒന്നും പല ഫോണിലും ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു വീഡിയോ കാപ്പബിലിറ്റി ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഫോട്ടോ വൈസ് ആണെങ്കിൽ ഇപ്പോൾ ഉള്ള വിവോയുടെ V70 വരുന്നുണ്ട്, റിയൽമി 16 Pro Plus ഒക്കെ വരുന്നുണ്ട്. അതിൻ്റെ ആ ലെവലിലുള്ള ക്യാമറയൊന്നും ഫീച്ചേഴ്സൊന്നും ഇതിന് വരുന്നില്ലെങ്കിൽ പോലും ഇതിലും അത്യാവശ്യം നല്ല ഇതിലുള്ള ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പറ്റും. ഈവൻ നിങ്ങളൊരു വ്ളോഗ് ചെയ്യാനാണ്, ക്യാമറ ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ എന്തായാലും ഈ പ്രൈസ് റേഞ്ചിൽ വേറൊരു ഓപ്ഷൻ ഇല്ല. ഇത് തന്നെയാണ് ക്യാമറ വീഡിയോ ക്വാളിറ്റി വൈസ് ബെസ്റ്റ് ആയുള്ള ഓപ്ഷൻ. പിന്നെ ഫിംഗർ പ്രിന്റ് വന്നിട്ട് അൾട്രാസോണിക് ആയുള്ള ഒപ്റ്റിക്കൽ അല്ല. ഈ പ്രൈസ് റേഞ്ചിൽ വേറെ ഏതൊരു ഫോണിനും ഒപ്റ്റിക്കൽ അല്ല അൾട്രാസോണിക് ആയുള്ള ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതും ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് Qualcomm സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 ആണ് ചിപ്സെറ്റ് ആയിട്ട് വരുന്നത്. LPDDR5X റാം ടൈപ്പും വരുന്നുണ്ട്. UFS 4.0 ആണ് സ്റ്റോറേജ് ആയിട്ട് വരുന്നത്. ആ കാര്യത്തിലും ഈ റേഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസ് ഉള്ള വേറെ ഒരുപാട് ഫോൺസ് ഉണ്ട്. അത്രയൊന്നും വരുന്നില്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്മൂത്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ IQയുടെ Neo 10 ഒക്കെ വരുന്നുണ്ട്. അത്രയൊന്നും പെർഫോമൻസ് ഇല്ലെങ്കിലും മോശമില്ലാത്ത
നല്ല പെർഫോമൻസ്. ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്കൊന്നും പോകണ്ട, അങ്ങനെ ഒരു മോഡലല്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഇതിൽ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് പെർഫോമൻസ് വൈസ് ആണെങ്കിലും ആ ഒരു ഇഷ്യൂ ഇല്ല. പിന്നെ ഈ ഒരു ഫോണിൽ 7 വർഷം വരെ അപ്ഡേറ്റ് ആണ് സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 6 വർഷം വരെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഇഷ്യൂസും ഇല്ല. പിന്നെ ആകെ ഈ ഒരു ഗ്രീൻ ലൈൻ വരുമോ ഇല്ലയോ എന്നുള്ളതൊരു ഡൗട്ട് മാത്രമാണ്. ഇപ്പോൾ ഉള്ള ഒട്ടുമിക്ക ആരും അപ്ഡേറ്റ് ചെയ്യാറില്ല, 1 വർഷം മാത്രമേ ചെയ്യാറുള്ളൂ. അതിനുശേഷം ഈവൺ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിലും സാംസങ് യൂസേഴ്സ് ആണെങ്കിലും അപ്ഡേറ്റ് ചെയ്യാറില്ല. എല്ലാവർക്കും പേടിയാണ് ചെയ്യാൻ വേണ്ടി. കാരണം വന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത്. വന്ന് കഴിഞ്ഞാൽ മാറ്റി കിട്ടും. നിങ്ങളുടെ ഫോണിൽ യാതൊരു തരത്തിലുള്ള ഡെൻറ്റോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കമ്പനി മാറ്റി കിട്ടും. പക്ഷെ അതിൻ്റെ പുറകെ ഒരുപാട് ഓടേണ്ടി വരും. അങ്ങനെ നിങ്ങൾക്ക് ഓടാൻ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തോ. നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ഫോണിൽ സ്ക്രാച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അതിന് പുറകെ പോയി കിട്ടണം ആ ലെവലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു. അല്ലാത്ത രീതിയിൽ ഇതിൻ്റെ പുറകെ ഒന്നും ഓടാൻ താല്പര്യമില്ല, ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുക. 1 വർഷം വരെ ചെയ്തോ, അതിനുശേഷം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ട. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അത് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. കാരണം പിന്നെ എന്തായാലും മാറ്റി കിട്ടും, ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ മാറ്റി കിട്ടും. പക്ഷേ അതിൻ്റെ പുറകെ ഒരുപാട് ഓടേണ്ടി വരും. ആ ഒരു ഇഷ്യൂ ഈ ഒരു ഫോൺ സംബന്ധിച്ചിടത്തോളം വരുന്നുണ്ട്. പിന്നെ ബാറ്ററി ആണെങ്കിൽ 4000 mAh ബാറ്ററി ആണ് വരുന്നത്. ബാറ്ററി കാര്യത്തിൽ ഇപ്പോഴത്തെ ഫോണിൻ്റെ ആ ലെവലൊന്നും ഇതിന് വരുന്നില്ല. ഏകദേശം ഒരു ദിവസം ഫുള്ളൊന്നും അങ്ങനെ നിൽക്കത്തില്ല. അത്യാവശ്യം യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു അര ദിവസം, രാവിലെ തുടങ്ങുകയാണെങ്കിൽ വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഏകദേശമൊക്കെ തീരുന്ന ഒരു അവസ്ഥയായിരിക്കും ബാറ്ററി കിട്ടുന്നത്. അങ്ങനെ വലിയ ബാറ്ററി ലൈഫ് ഒന്നും ഈ ഒരു ഫോണിൽ വരുന്നില്ല. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ബോക്സിനകത്ത് ചാർജർ വരത്തില്ല. 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 4.5 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ് അടക്കം ഈ ഒരു മോഡൽ സപ്പോർട്ട് കൊടുത്തിട്ടുമുണ്ട്. ഫ്ലാഗ്ഷിപ്പ് ഫോണിന് വേണ്ട ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, eSIM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, IP68 റേറ്റിംഗ് വരുന്നുണ്ട്, വയർലെസ് ചാർജിങ് വരുന്നുണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിങ് അടക്കം കൊടുത്തിട്ടുമുണ്ട്. എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. 40,000 രൂപ റേഞ്ചിൽ ഇപ്പോഴും വാങ്ങാൻ പറ്റിയ നല്ല ഓപ്ഷനാണ് സാംസങ് S24. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇപ്പം ഈ പ്രൈസ് റേഞ്ചിൽ വേറെ ഏതൊരു ഫോണിനും ഇത്രയും നല്ല ബിൽഡ് ക്വാളിറ്റി കിട്ടുന്നില്ല. അതൊന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഡിസ്പ്ലേ വൈസ് ആണെങ്കിലും ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പാക്റ്റ് സൈസ് വരുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയുടെ വൈസും ദി ബെസ്റ്റ് ആണ്. ക്യാമറ വൈസ് ഇത്രയും നല്ലൊരു വീഡിയോ കാപ്പബിലിറ്റി ഇല്ല ഈ ഒരു റേഞ്ചിൽ വേറൊരു ആൻഡ്രോയിഡ് ഫോണും ഇപ്പം സ്റ്റിൽ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടാനില്ല. ഈ പ്രൈസ് റേഞ്ചിലാണ് ഇതിനേക്കാളും ഒരു 10,000-15,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വിവോയുടെ X200 FEയും അതുപോലെ തന്നെ OnePlus 13s ഒക്കെ വരുന്നുണ്ട്. X200 FEയിലൊക്കെ അത്യാവശ്യം നല്ല ക്യാമറയാണ്. പക്ഷെ അതിന് ഏകദേശം പ്രൈസ് കൂടുന്നുണ്ട്. പക്ഷെ 40,000 രൂപ എന്ന പ്രൈസ് പോയിന്റിൽ വെച്ച് നല്ലൊരു വീഡിയോ ക്വാളിറ്റി കിട്ടുന്ന ക്യാമറയാണ്. ഫോട്ടോ ക്വാളിറ്റിയും ഒട്ടും മോശമില്ല. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഫോണിൽ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം എന്തായാലും പോർട്രേറ്റ് ഒക്കെ നോക്കുന്ന സമയത്ത് കുറവായിരിക്കും എന്തായാലും. അത് മോശം എന്നല്ല പറയുന്നത്, ജസ്റ്റ് ആ രീതിയിലുള്ള ഒരു സെറ്റപ്പ് എന്തായാലും ഇതിന് വരുന്നില്ല. പിന്നെ പെർഫോമൻസ് ആണെങ്കിലും മോശമൊന്നും പറയാനില്ല. പക്ഷെ എന്ന് വെച്ച് ഈ റേഞ്ചിൽ ബെസ്റ്റ് അല്ല കേട്ടോ ഒരിക്കലും. ബെസ്റ്റ് ഇപ്പം IQയുടെ Neo 10 ഒക്കെയാണ് ബെസ്റ്റ്. ആ റേഞ്ചിൽ എന്തായാലും പെർഫോമൻസ് വൈസ് വരുന്നില്ല. പിന്നീട് ബാറ്ററി ആണെങ്കിലും കുറവാണ്, പക്ഷേ അത്രയേ ഉള്ളൂ, അത്രയും ബാറ്ററി വരുന്നില്ല. പക്ഷേ വയർലെസ് ചാർജിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. NFC വരുന്നുണ്ട്, eSIM സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വേണ്ട എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ മെയിനായിട്ട് സാംസങ് ഫോൺ ആയതുകൊണ്ട് തന്നെ 1 UIയിലാണ് വരുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 40,000 രൂപ റേഞ്ചിൽ വേറെ ഫോൺ കിട്ടാനില്ല. ഇത് തന്നെയാണ് ബെസ്റ്റ്, ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ ഇപ്പോഴും ഞാൻ പല പേർക്കും സജസ്റ്റ് ചെയ്ത മോഡൽ ഇത് തന്നെയാണ്. പല പേരും ഇപ്പോഴും ആ ഒരു ഫോൺ റീസെൻ്റായിട്ട് തന്നെ വാങ്ങിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റിയ നല്ല ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഈ ഗ്രീൻ ലൈൻ എന്നുള്ളൊരു ഇഷ്യൂ മാത്രമാണ് ഫേസ് ചെയ്യുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഒരു ഫോൺ നോക്കുമ്പോൾ പെർഫെക്റ്റ് തന്നെയാണ്. അപ്പം ഈ ഒരു വീഡിയോ ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. സോയ്സ് ഫ്രം സൈനിങ് ഓഫ്. ബൈ.